സമീപത്ത് തന്നെയുണ്ട്. അരുണിന് ചില നിർണായക വിവരങ്ങൾ കൂടി ലഭ്യമാവുന്നുണ്ട്. അരുൺ, എന്താണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന പുതിയ വിശദാംശങ്ങൾ? പോലീസ് അടക്കം നൽകുന്ന വിശദീകരണം അതെങ്ങനെയാണ്? പോലീസ് ലഭിച്ച പ്രാഥമിക വിവരം മൂന്ന് മലയാളികൾ ഇറ്റാനഗറിലെ അരുണാചൽ പ്രദേശ് ഇറ്റാനഗറിലെ ഹോട്ടലിൽ ആത്മഹത്യ കണ്ടെത്തി എന്നുള്ളതാണ്. പിന്നീടാണ് അവരുടെ ഈ മരണത്തിന് കാരണമായേക്കാവുന്ന മുറിവുകളുടെ വിശദാംശങ്ങളും മറ്റും പോലീസിന് ലഭിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം വട്ടിയൂർക്കാവ് SI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ 7 മണിക്ക് ഉള്ള ഫ്ലൈറ്റിൽ അരുണാചൽ പ്രദേശിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അരുണാചൽ പ്രദേശിലേക്ക് പോകും. അവിടെ നിന്ന് മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. മൃതദേഹത്തിന്റെ പ്രാഥമിക പരിശോധനയൊക്കെ സ്വാഭാവികമായി നടന്നിരിക്കും. മറ്റു കാര്യങ്ങൾ എന്നാണ് അവർ അവിടെ എത്തിയത്, മറ്റേതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ പറയുന്ന ഈ ബ്ലാക്ക് മാജിക് ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും തെളിവുകൾ അവിടെ ഹോട്ടലിൽ ലഭിക്കുമെന്ന കാര്യങ്ങളിലൊക്കെ പോലീസിന്റെ അന്വേഷണം ഉണ്ടാകും. ഇവിടെ നിന്ന് വട്ടിയൂർക്കാവ് SIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് 7 മണിക്ക് അരുണാചൽ പ്രദേശിലേക്ക് പോകുന്നത്. അവിടെ പ്രാഥമിക അന്വേഷണം നടത്തും. അതിനുശേഷം അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഈ ബ്ലാക്ക് മാജിക്കും മറ്റും ഉന്നത ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച സന്ദേശമാണ്. അരുണാചൽ പ്രദേശ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ ലഭിച്ച സന്ദേശമാണ്. വീട്ടുകാർക്കും അത്തരം സംശയങ്ങൾ സ്വാഭാവികമായി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത്. ഏതായാലും പോലീസ് സംഘം അല്പസമയത്തിനകം അരുണാചൽ പ്രദേശിലേക്ക് തിരിക്കും. അവിടെ നിന്ന് കൂടുതൽ അന്വേഷണം ഉണ്ടാകും. ഭൗതിക ശരീരങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാനുള്ള നടപടികളും അല്പസമയത്തിനകം ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ മൃതശരീരം കൊണ്ടുവരുന്നതിനടക്കമുള്ള കാര്യങ്ങൾക്കുള്ള ഏർപ്പാടുകൾ ആരംഭിച്ചിട്ടുണ്ട്. യെസ്, അത് ഒരു നിർണായക അപ്ഡേറ്റ് ആണ് അരുൺ. എന്തായാലും പോലീസ് സംഘം ഉടൻ തന്നെ കേരളത്തിൽ നിന്നും അരുണാചൽ പ്രദേശിലേക്ക് യാത്ര തിരിക്കും. ഇനിയും പുറത്തു വരാനുള്ള ഈ കേസിന്റെ ദുരൂഹതകളിലേക്ക് അന്വേഷണം നീളുന്നു എന്നതാണ് സാഹചര്യം. നമ്മൾ